അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും കനത്ത തിരിച്ചടിയായിക്കൊണ്ട് ഇപ്പോൾ റഷ്യ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രമായിട്ട് റഷ്യ മാറിയിരിക്കുകയാണ്. ഇതിലൂടെ ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ്. ലോകം വീണ്ടും ഒരു 10-20 വർഷം പുറകിലേക്ക് പോയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അമേരിക്ക ഇനി പഴയതുപോലെ പാകിസ്ഥാൻ എതിരായിട്ട് പൂർണ്ണമായും പോകാൻ പോകുന്നില്ല. ഇന്ത്യയോടും പാകിസ്ഥാനോടും ഇനി ഒരുപോലെ അമേരിക്ക സഹകരിക്കാൻ പോവാണ്. എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? റഷ്യയുടെ ഈ തീരുമാനം എങ്ങനെയാണ് ഇന്ത്യ, അമേരിക്ക, പാകിസ്ഥാൻ ബന്ധങ്ങളെയൊക്കെ ബാധിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ബാധിക്കും. റഷ്യ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ്? താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുക എന്ന തീരുമാനമാണ്. ലോകത്ത് എല്ലാവരും പറയുന്ന വലിയ ശക്തിയാണല്ലോ ചൈന. ചൈന പോലും കാണിക്കാത്ത ധൈര്യമാണ് റഷ്യ കാണിച്ചിരിക്കുന്നത്. അതായത് താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ട് ആദ്യ രാജ്യമായി റഷ്യ മാറി. താലിബാന്റെ വിദേശകാര്യ വക്താവ് സിയ അഹമ്മദ് തക്കാൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ റഷ്യൻ അംബാസിഡർ ദിമിത്രി ഷിർനോവും അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖിയും വ്യാഴാഴ്ച കാബൂളിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലാണ് താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചുള്ള റഷ്യൻ സർക്കാരിന്റെ തീരുമാനം അംബാസിഡർ അറിയിച്ചത്. എന്നുവെച്ചാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും റഷ്യ പിടിമുറുക്കുന്നു. സോവിയറ്റ് അനുകൂല സർക്കാരിനെ അവിടെ നിന്ന് ഓട്ടിക്കാനാണ് അമേരിക്ക പാകിസ്ഥാന്റെ സഹായത്തോടെ സകല തീവ്രവാദ കളികളും അഫ്ഗാനിസ്ഥാനിൽ കളിച്ചത്. ഒരുപാട് ഭീകര സംഘടനകളുടെയും താലിബാന്റെയും ഒക്കെ ജന്മമുണ്ടാവുന്നത് ഈ സാഹചര്യത്തിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ നിന്ന് പിന്നീട് കാര്യങ്ങൾ മാറുന്നു. അമേരിക്ക താലിബാനെതിരെ തിരിയുന്നു. അമേരിക്ക അവിടേക്ക് അധിനിവേശം നടത്തുന്നു അഫ്ഗാനിസ്ഥാനിൽ. പിന്നീട് നീണ്ട 10-20 വർഷം അമേരിക്ക ആ രാജ്യത്തെ കൺട്രോൾ ചെയ്യുന്നു. വീണ്ടും താലിബാൻ അവിടെ അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അമേരിക്ക ഈ 20 വർഷക്കാലം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് താലിബാനോടാണ്. അമേരിക്കയും താലിബാനും തമ്മിലുള്ള യുദ്ധങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ മുഴുവൻ നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ ഒരിക്കലും അമേരിക്കയ്ക്ക് താലിബാനെ സുഹൃത്താക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത് മാത്രമല്ല, ഈ അവസരത്തിൽ റഷ്യ താലിബാനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അമേരിക്കയോട് ഫൈറ്റ് ചെയ്യാൻ അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ സഹായിച്ചത് റഷ്യയാണ്. അത് ആയുധങ്ങൾ കൊണ്ടാണെങ്കിലും ഇന്റലിജൻസ് സപ്പോർട്ട് കൊണ്ടാണെങ്കിലും പണം കൊടുത്താണെങ്കിലും റഷ്യയുടെ സഹായം വലിയ തോതിൽ താലിബാന് കിട്ടിയിട്ടുണ്ട്. അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടുപോവുകയും താലിബാൻ അധികാരത്തിലെത്തുകയും ചെയ്തപ്പോൾ റഷ്യ പെട്ടെന്ന് ചാടിക്കയറി ആദ്യമായിട്ട് അതിനെ അംഗീകരിച്ച് വലിയ ആളാവാൻ ശ്രമിച്ചില്ല. വളരെ ശ്രദ്ധയോടെയാണ് കരുക്കൾ നീക്കിയത്. കൃത്യമായ സമയത്ത് വേണം താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കേണ്ടത് എന്ന് പുടിന് നന്നായിട്ടറിയാം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പുടിന്റെ തീരുമാനത്തിന് മുമ്പ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും പോലും നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെ ഔദ്യോഗികമായി അംഗീകരിച്ചേക്കാം. നമുക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ, അങ്ങനെ ചെയ്തേക്കാം. അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം താലിബാൻ ഭരണകൂടം ഇന്ത്യക്കൊപ്പമാണ്. പാകിസ്ഥാൻ നടത്തുന്ന ഭീകരാക്രമണങ്ങൾക്കെതിരാണ് താലിബാൻ. അവർ ഇന്ത്യക്കാണ് സപ്പോർട്ട് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ അവരുടെ സപ്പോർട്ട് ഇന്ത്യക്കൊപ്പമായിരുന്നു. താലിബാൻ ഭരണകൂടം ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിൽ നിരന്തരമായി സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സംഘർഷങ്ങൾ, അതും സൈനിക തലത്തിലുള്ള സംഘർഷങ്ങൾ നടന്നു കഴിഞ്ഞു. താലിബാൻ ഭരണകൂടം പല യോഗങ്ങളിലും പാകിസ്ഥാനോടൊപ്പം പങ്കെടുക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ അത്ര നല്ല ചേർച്ചയിലല്ല പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അവസരത്തിൽ റഷ്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ താലിബാൻ ഭരണകൂടത്തിന് മേൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. എന്നിട്ട് അവരെ ആദ്യമായിട്ട് ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ട് ആ ഭരണകൂടത്തിലുള്ള റഷ്യൻ സ്വാധീനത്തെ വീണ്ടും അരക്കിട്ടുറപ്പിച്ചു. ഇനി താലിബാൻ ആയുധങ്ങൾ കൊടുക്കുന്നതും സപ്പോർട്ട് കൊടുക്കുന്നതും എല്ലാം പ്രധാനമായിട്ട് റഷ്യ ആയിരിക്കും. ഇതിലൂടെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വീണ്ടും സോവിയറ്റ് കാലത്തിന് ശേഷം റഷ്യ പിടിമുറുക്കാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ വൈകാതെ തന്നെ ചൈനയും ഇന്ത്യയും ഒക്കെ, ചിലപ്പോൾ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇതെങ്ങനെ ഇന്ത്യ, അമേരിക്ക, പാകിസ്ഥാൻ റിലേഷനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ബാധിക്കും. അമേരിക്കയ്ക്ക് വീണ്ടും പാകിസ്ഥാന്റെ സഹായം ആവശ്യമായി വന്നിരിക്കുകയാണ്. താലിബാനെ നിരീക്ഷിക്കണമെങ്കിൽ, താലിബാന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പാകിസ്ഥാന്റെ സഹായം വേണം. കാരണം പാകിസ്ഥാന്റെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ അമേരിക്കയ്ക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ്. ഒരു വശത്ത് ഇറാൻ, മറുവശത്ത് അഫ്ഗാനിസ്ഥാൻ, തൊട്ടിപ്പുറത്ത് ഇന്ത്യ. അതേസമയത്ത് ഒരു തീരപ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷന്റെ ഭാഗമാണ്, അറേബ്യൻ സീ ആണ്. അപ്പോൾ ഈ ഒരു റീജിയൻ വളരെ അത്യാവശ്യമാണ് അമേരിക്കയ്ക്ക്. പാകിസ്ഥാന്റെ മിലിറ്ററി ബേസുകൾ ഉൾപ്പെടെ ചുള്ളുവിലയ്ക്ക് വാടകയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ ഡോളർ വാരി എറിഞ്ഞാൽ കയ്യിലിരിക്കുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം. അപ്പോൾ ഈ ഒരു രാജ്യത്തെ ഇനി അമേരിക്ക പൂർണ്ണമായും തള്ളിപ്പറയില്ല. ഇന്ത്യയുമായിട്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ US കൊണ്ടുപോകും. പക്ഷെ അപ്പോൾ പാകിസ്ഥാനെ വല്ലാതെ പിണക്കാതെ കൂടെ നിർത്തുകയും ചെയ്യും.
ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.